പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കോതമംഗലം ശ്രീഭദ്ര കലാലയ അവതരിപ്പിക്കുന്ന മുടിയേറ്റ്. പങ്കെടുക്കുന്നവർ മോഹൻകുമാർ PS, ശ്രീശങ്കർ TH, ദേവദാസ് KR, അരവിന്ദ് SM. വലംതല ജയകൃഷ്ണമാരാർ. ചെണ്ട സന്തോഷ് കുമാർ KK. ഇലത്താളം സനിൽകുമാർ MA. മധ്യ കേരളത്തിലെ ഭദ്രകാളി കാവുകളിൽ ആചാര അനുഷ്ഠാനമായി നടത്തിവരുന്ന നാടോടി നാടകമാണ് മുടിയേറ്റ്. ദുഷ്ടശക്തിയായ ദാരികനെ ശിവശക്തിയായ ഭദ്രകാളി തലയറുത്തു കൊല്ലുന്നതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് മുടിയേറ്റ്. 7 വേഷങ്ങളുള്ള മുടിയേറ്റ് 7 രംഗങ്ങളായി അവതരിപ്പിക്കുന്നു. മുഖത്തൻപുള്ള മഹാദേവൻ മകൻ ധനിക്കുന്ന ഭോജനത്തെ നൽകുവാനായി ഭൂമിമേൽ വിളഞ്ഞൊരു കായ്കനികളും തേനും നേരത്തെ കനിവും പാലും നിരത്തി വച്ചിത കൈതൊഴ ദാരികൻ പുരത്തു ചെന്ന് ശങ്കര മകളെ കാളി നേരെ എത്തിപ്പൊരുതണഞ്ഞ് ആനിശാചരൻ തന്നെ കൊന്ന് നേരത്തെ തലയും കൊണ്ട് കാലാരി മകളെ കാളി കനിവോടെ എഴുന്നള്ളണം ഈ മഹാലോകരു തെളിയുമാറ് മതങ്കി കുറുമ്പയമ്മോ കൈതൊഴ വാണിയ പുലരിമാതേ വാണിയാം പുണ്യത്തിൽ വെളുവളമേനിയാളെ വിളങ്ങിനാൽ ചൊല്ലൂനാദേ കോലാലം രൂപമേന്തി കൊടുമുടി തരകം ചൂടി നാലാല 2 കാതിൽ നിറാമുടയ കമ്പീട്ട് ബാല്യനേരത്ത് പോരും വളയവർ കാളി കാളി നീല നിറമുടയ പെണ്ണേ നിന്തിരുവടിയെ ഞാനിതാ സ്തുതിക്കുന്നേ ആദിയാങ്കാലത്തിങ്കൽ അധിപതി പൊരുളതാകും ജ്യോതിയാം പരമാനന്ദം സുരാമുനി സ്തുതിക്കപ്പെട്ടെ കന്നിക്കും ഉടൽ വിളക്കും മറുകുലം ഇതിനം മാറ്റും ഹരിക്കണ്ടോർ കപാലമൂർത്തേ മഹാദേവ ശരണ ശരണ ശരണ.
ആദിയിലങ്ങു പലരോടും അരും തൊഴിലെല്ലാം ചെയ്തു. നീതിയിൽ കുറേയേറെ നെറുകേടതും വരുത്തി. കാതലായി വൻപും പിൻപും കരുത്തുപോയി താനേ ചെന്ന ചേതശീലറിഞ്ഞ വണ്ണം തേൻമൊഴി നടത്തുന്നോരു ദാരികൻ തലകൊയ്വാനായി തരുണികൾ പോയതല്ല. പോരിടെ തോറ്റുമണ്ടി കാടേറിപ്പോയാർ പോലും പോയനാരെന്നു കേട്ടേ. ന്യായവും നിലയും നീതി അന്യായമില്ലാത്ത വണ്ണം നാരദ വിരവിൽ നിന്നറിഞ്ഞുവാ. 60 പണിയാകും സ്വാമിയേ അരക്കന്മാർ മായയെല്ലാം കുറവില്ല ഞങ്ങളോടേതും ഉത്തമ ജനങ്ങളോടും മറപിടിച്ചടിയൻ ചെന്നാൽ വല്ലാതെ പിടിച്ചു കെട്ടി നെരികിടി തന്നെ കൊല്ലും നിന്തിരുവാളാർ പോറ്റി. പോറ്റി തൻ കല്ലേണമ്പോൾ പോറ്റി ചെന്നടിമ ബുക്ക് ബുദ്ധിയിൽ ജലതയുണ്ടാകും മാറ്റാളാം ദാനവേന്ദ്രൻ. ആ വൻപനെ അറിഞ്ഞു വന്നുള്ളൊരു ഊറ്റത്തെ പോതിനാൻ മുനിയെ കേൾനീ. കേളിയുണ്ടടിയനാലേ കേവലം പരമാനന്ദം വാൾമുല നടത്തുന്നോരു മന്ദര നയനത്താലേ നാളത്താൽ ഉരയ്ക്ക വേണ്ട ന്യായത്തെ അരുളേ സ്വാമി. അരുളതിൽ പൊരുളതാകും അവൻ പോയി തപസ്സു ചെയ്തു പരമവനു ലഭിച്ചവാറും വാചകൾ തിരിച്ചവാറ്. തരം തിരിച്ചെന്നെ ഇന്ന് ഞാവൊടു നീയും ഇപ്പോൾ പരാദൂതനെൻ്റെ പരമാർത്ഥം അറിഞ്ഞുവാ. 60 പണിയാർ വേജമുണ്ടടിയനാലെ അവൻ ചെയ്ത മിനയുരപ്പാൻ എരുമതികാലത്തിങ്കൽ 7 ലോകത്താലെ ഒന്നുമേ അവന് മരണം വര. ചെന്നു ഞാനിരുന്ന നേരം ചകിടിടെ അടിച്ചുവാരി കൊല്ലിയോരു കിടങ്ങിലിട്ട് വേണ്ടുന്ന വേലകളും അവൻ ചെയ്ത ആ വേലകളെ സവിസ്താരം ചൊല്ലുവാനിപ്പോൾ ആരുമേറിയാത്തൊരു ന്യായമോ കേൾക്കാമൂത മഹാദേവാ. ശരണം ശരണം ശരണം. കിഴക്കോ ഉദയനാദി പർവ്വതത്തിങ്കൽ നിന്റെ തകിലും മുരശും വെണ്ണിപ്പറയും വീരമതളം അടിയടിപ്പിലോ കേട്ടോരിന്ന് ഞാനേ. പടിഞ്ഞാറോ പർവ്വതത്തിങ്കൽ തകിലും മുരശും വെണ്ണിപ്പറയും വീരമതളം അടിയടിപ്പിലോ കേട്ടോരിന്ന് ഞാനേ. തെക്കോ യമകൂടാതി പർവ്വതത്തിങ്കൽ നിന്റെ തകിലും മുരശും വെണ്ണിപ്പറയും വീരമതളം അടിയടിപ്പിലോ കേട്ടോരിന്ന് ഞാനേ. വടക്കോ മഹാമേരു പർവ്വതത്തിങ്കൽ തകിലും മുരശും വെണ്ണിപ്പറയും വീരമതളം അടിയടിപ്പിലോ കേട്ടോരിന്ന് ഞാനേ. ഹരിയുടെ മുഖനും വാരണത്തോ വിണ്ണോരും ഒരുമനൊരുമ ചേരും പിറന്നു വന്ന് വിളിക്കുന്നേ. ഇതാ കാളി ഞാനേ.
പിടിച്ചു കെട്ടി നിന്റെ തോളും മാറും ആകപ്പാടേ വെട്ടിക്കൊന്നോര് കൊന്ന് തിന്നോര് തിന്ന പള്ളി ശ്രേയത്തോടുകൂടി വന്നു വിളിക്കുന്നേ. കേട്ടോ കേട്ടോ കേട്ട ചെവികളാലെ അഷ്ടമിക്ക് ഇഷ്ടമില്ലാത്തൊരു പെണ്ണ് വന്ന് പ്രാർത്ഥനയെ കേട്ട് കേൾപ്പിനാലേ കേൾക്കതി അവൾ തന്നെ തോളും മാറും ആകപ്പാടേ വെട്ടിക്കൊന്നോര് കൊന്ന് തിന്നോര് തിന്ന പിന്നാർജരം കൊണ്ടുപോയോ. അടിയടി യുദ്ധം ചെയ്ത് ഇന്ന് ഞാൻ മൗലീജകം മുടിച്ച് മതികല മുടിക്കണമെങ്കിൽ മഹാദേവൻ തമ്പുരാന്തൻ ഇതുവരെ എറിഞ്ഞു വന്നു ഒരു വ്യസനത്തെ തീർപ്പാനിപ്പോ വന്നു വിളിക്കുന്നേ. നല്ല സുര പിന്നോർശരം കൊണ്ടുപോയോ. പിന്നോർ വൈരികളെ അടിയടി യുദ്ധം ചെയ്ത് ഇന്ന് ഞാൻ മൗലീജകം മുടിച്ച് മതികല മുടിക്കണമെങ്കിൽ മഹാദേവൻ തമ്പുരാന്തൻ ഇതുവരെ അറിഞ്ഞു വന്നു ഒരു വ്യസനത്തെ തീർപ്പാനിപ്പോ വന്നു വിളിക്കുന്നേ. ദാരിക പോരിനുവായോ. പോരിനിന്നോ ഗോപുരത്തിൽ പൊടുപുടെ വിളിച്ചതാര് പറാപറാ ശിവനോ മറ്റോ പാർത്തനോ പാർത്തന്താനോ അറുമുഖരമൃതാനോ തുക്കോർമുഖമുള്ളോളോ ദുർഗയോ യമരാജാവോ ചൊല്ലു ചൊല്ലേ ചൊല്ലു ചൊന്നാൽ വിളിച്ചിരുത്തി കളത്തിലാക്കിക്കൊണ്ട് നന്നെന്ന് ദാഹത്തെ പോകുവോളം ചൊല്ലെന്ന് ചൊന്നാൽ സ്വാമിമാരാരുമല്ല, നല്ലതിനാൽ പരമശിവൻ തന്റെ കണ്ണിൽ വന്ന് പിറന്ന് കൊല്ലുവാൻ നിന്നെയൊന്നും കോമന സ്വാമിയല്ല, മല്ലനാ നിന്നെ കൊല്ലുവാൻ വന്നു ഞാൻ ദാനവേന്ദ്ര. മന്ത്രമാ മുതലായുള്ളൊരു മന്ത്രമാ മുനികൾ വന്ന് മറഞ്ഞുപോയി അന്തകനെന്നും ഹരി നയനെന്നും എന്തെറിഞ്ഞു പെണ്ണേ നീ ഇന്ന് വന്ന് എന്നോട് വിളിച്ചത് ചൊല്ലു ചൊല്ലെന്ന് ചൊന്നാൽ വിളിച്ചിരുത്തി കളത്തിലാക്കിക്കൊണ്ട് നന്നെന്ന് ദാഹത്തെ പോകുവോളം തുടങ്ങിയിടല വൈരികളോട് യുദ്ധം തുടങ്ങിനാൽ ഒടുക്ക വേണം. ഇന്ന് നിന്നെ കൊന്നു നിന്റെ തലയും കൊണ്ട് പോവോ. ശ്രീ കൈലാസം വണങ്ങുന്നേ. ഓ കേമന്മാര് കേമത്തത്തിന് എന്താടോ ഇത്ര നടയെ കൊട്ടിപ്പോ എങ്ങനെയാണോ പിന്നെ എങ്ങനെയാണ് കൊട്ടുന്നത്? നടയെ കൊട്ടിപ്പോ തത്വം കൊണ്ട് വേണ്ടോ കോട്ടെ. അതിനിവിടെ തത്വം എല്ലാവർക്കും അറിയാമോ? തത്വം അറിയാമെങ്കിൽ പറഞ്ഞുതരാം. തത്വം ഇങ്ങനെ ഒരു തത്വമായപ്പോഴോ ഇതിനല്ലേ ഗണപതി സരസ്വതി ഉണ്ട്. അതൊക്കെ കേക്കാം. തത്വമറിയാതെ ചില മനുഷ്യർ ഉണ്ടിതിൽ
തത്വം മാനും പവിത്തതും പങ്കജമലര് ഇമ്പമടങ്ങു വനത്തിൽ പുക്ക് അന്നം പായസ വെള്ളുവരിക്കച്ചുളയും തേന്മാൻ കനിവും മറ്റിവയെല്ലാം അൻപോട് വന്നു ഗണപതി തുണയ്ക്കതാവിൽ. ഇങ്ങനെ വന്ന തത്വം കൊണ്ടിട്ട് ഗണപതി ചർച്ചയും പറഞ്ഞൊന്നുള്ളൂ. ഇയാള് വിളിച്ചാണ് കേൾക്കുമ്പോ നുണക്കി വിളിക്കരുതോ? ഇങ്ങനെ നുണയ്ക്കും കള്ളാന്നൊക്കെ വിളിച്ചാൽ വലിയ മോശാട്ടോ. പിന്നെ എങ്ങനെയാണോ? രണ്ടുപേരുടെ പേര് വന്നിട്ട് ഇവിടെ ഒന്നാണല്ലോ കേട്ടുള്ളൂ. പ്രത്യേകം കേൾക്കണം അല്ലേ? പ്രത്യേകം ചൊല്ലി തന്നെ കേൾക്കണം. മതികല്ല മൂടി തന്നിൽ മേവിന മാതംഗമുഖനാഗഭൂഷണ മതി തന്നിൽ സുഖി ചൻപിൽ മേവിന ഇതകന്നിവോടു കൂപ്പുന്നേൻ ജയ സരസിജ പുതുപൂവിൽ സന്തതം സരസമായി സ്തുതിച്ചൻപിൽ മേവിന സരസ്വതി ദേവിനിൽ പാദാംബുജം സ്വരരീതി വരുവാൻ പടങ്ങുന്നേൻ. ഇപ്പോൾ ശരിയായില്ലേ? കഷ്ടിച്ചായുള്ളൂ. കഷ്ടിച്ചായുള്ളൂ. അതൊക്കെ എവിടെ ഇരിപ്പോൾ ഒരാളൊന്നും എന്തിനായിക്കൊണ്ടുവന്നു, എന്താ കയ്യിലിരിക്കണമെന്ന് കൈ ഇരിക്കണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. അതോട് ഇത്ര പിടിയെന്ന് മനസ്സിലായി. വട്ടത്തിലിരിക്കണ പഴവും നീളത്തിരിക്കണ പപ്പടവും അല്ലേടോ? പപ്പടവും പഴാന്ന് ഓർത്തും വിഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ തൊണ്ട കൂടത്തോടെ വളർന്ന് തട്ടിപ്പോവും. അയ്യോ ഇത് നായന്മാരുടെ ആയുധം വാളും പരിചയം ദേവാലയം ബ്രഹ്മാലയം മുതലായ സ്ഥലങ്ങൾ കാക്കാനുള്ള ആയുധമാണ്. കാക്കാനുള്ള ആയതാ? കാക്കാനല്ല, ഇത് സംരക്ഷിക്കാനുള്ള ആയുധമാണ്. കാത്തു രക്ഷിക്കാൻ. കാത്തു രക്ഷിക്കാൻ. അപ്പോൾ എന്നാലേ ഇവിടെ ഒരു പാടമുണ്ട്, അതൊന്ന് കാത്തിട്ട് പാടോ. ഉപ്പോട് പാടം ഉണ്ടെങ്കിൽ പാടത്തിനെ അക്കരെ തോടിനെ തോടിനക്കരെ അങ്ങയുടെ വെന്നും ഇങ്ങയുടെ ഇങ്ങയുടെ വെന്നും ചില ദേശമെന്നും ദേശാധിപത്യക്ക് ആവിൽപ്പാട് ഊരാഴ്മ അമ്പലപ്പടി സർവ്വം അടക്കി പിടിച്ചിരിക്കുന്ന ആ ദേശം കോയമ്പാടാണ്. അങ്ങനെയൊക്കെയാണ് കോയമ്പാട് ഇവിടെ വരാനുള്ള ഉദ്ദേശം. നിറയെ തേച്ചു വിളിച്ചു. കുറഞ്ഞോന്ന് ഭക്ഷണം കഴിച്ചു. ഇട്ട് വിരിച്ചെടുത്ത് അങ്ങനെ ഉറങ്ങണം മധ്യേ ഓരോരോ വസ്തുക്കൾ പകർന്ന് വാർന്നങ്ങ് കേട്ടു. അല്ല ശ്വാസപകർച്ചയോ രോഗപകർച്ചയോ? ശ്വാസം പകർച്ചയും രോഗം പകർച്ചയൊന്നും അല്ല. പിന്നെ ശ്രീകൈലാസത്തിലെ പരമശിവന്റെ നൃത്തധ്വനി ഗീതവാദ്യം പകർന്ന് അങ്ങനെ കേട്ടു. അതെങ്ങനെയാണോ കേട്ടത്? ഇവിടെ ചെണ്ട തെറിച്ചു കേട്ടു, താളം പാടി കേട്ടു, നന്ദിരി കൊട്ടി കേട്ടു. ഇങ്ങനെ മറച്ചാൻ കുറിച്ചാൻ കേട്ടപ്പോ ഒരു വരവങ്ങ് തോന്നി. യമദൂതാക്കളുടെ വരവായിരിക്കും. കോയമ്പിളാരെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് സുഖമല്ലോ, കൊട്ടിയും പാടിയും നടക്കാതെ. അത്രേ ഉള്ളൂ. ഇവിടെ കോയമ്പിളാരെ കൊണ്ടുപോകാനൊന്നും അല്ല. പിന്നെ കോയമ്പിളാർ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാനും എടുക്കാനും ഒക്കെ ഉണ്ട്, അതിനു വേണ്ടി വന്നതാ. ആ കോയമ്പിളാർ അവിടുന്ന് വഴുതൊക്കെ വടക്കോട്ടങ്ങ് പോയി. വടക്കോട്ടങ്ങ് പോകുമ്പോൾ ഒരു ദുർഗാദേവിയെ കാണണമെന്നൊരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു കുളപ്പരയിൽ സിംഹത്തിൻ്റെ പുറത്ത് ദുർഗാദേവി ഇരിക്കണം. ദുർഗയെ കണ്ടു, സംസാരിച്ചു. അവിടുന്ന് പിന്നെയും വടക്കോട്ട്. അത് ശരി. ഇയാൾ തെക്കോട്ട് എടുക്കാറായിട്ടില്ലേടോ? തെക്കോട്ട് പോകേണ്ട സമയമൊന്നും ആയിട്ടില്ലടോ. തെക്കോട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ കഴിയണം. അങ്ങനെ വടക്കോട്ട് പോകുമ്പോൾ ഒരു തട്ടാമുട്ടി ഒരു തറുതലയും കിടക്കുക. പിടിച്ചു ഞാൻ ഒരു നിവൃത്തിയില്ല കടന്നു പോകാൻ. അപ്പോൾ സഹായത്തിനായിട്ട് കുളപ്പുരയെ കണ്ടതായ ദുർഗ അങ്ങ് സ്തുതിച്ചു. ദുർഗേ ഭഗവതി ദുർഘടനാശിനി മാർഗമധ്യേ വസതിയതാക്കിയ ദുർഘടമുട്ടി നീക്കി മാർഗമരുൾക ദേവി. അപ്പോൾ ആകാശോടാലി എന്നൊരു കോടാലി വന്ന തട്ടാമുട്ടിയും തറുതലും വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിട്ടു. യാത്ര സുഖമായി. അങ്ങനെ പിന്നെയും പോകുമ്പോൾ ദാരുകാസുരൻ്റെ മായാശക്തി കൊണ്ട് ഒരു വയ്യാവേലി അങ്ങനെ തീർത്തിട്ടിരിക്കുക. അവിടെയും കടന്നു പോകാൻ ഒരു നിവൃത്തിയില്ല. അപ്പോഴോ എന്നാൽ ഇനി ശിവനെ അങ്ങ് സ്തുതിക്കാമെന്ന് വെച്ചു. കൈലാസാദീപ നാദ ഗംഗാധര പാർവതീകാന്ത ശ്രീ പരമേശ്വര പന്നഗഭൂഷണ ചന്ദ്രകലാധര മാർഗമാമധ്യത്തിങ്കൽ വന്നോരു ദുർഘടത്തെ മാർഗമാമധ്യത്തിങ്കൽ വന്നോരു ദുർഘടത്തെ നീക്കി വിരവോടു മാർഗമരുളുക പാർവതി പദേ പാശകുചര കൈലാസചലനേവാസ. ഇങ്ങനെ കൈലാസവാസനായിരിക്കുന്ന പരമേശ്വരനെ സ്തുതിച്ചപ്പോൾ ഇടുത്തി എന്നൊരു ജീവിയാണ് വയ്യാവലി നശിച്ചുപോയി. അവിടുന്ന് നേരെ പോയത് 40 നാട്ടിൽ വന്ന് ഘോര വനത്തിൻ്റെ ആ പ്രദേശത്തായിപ്പോയി. അരങ്ങത്ത് നല്ല ഭംഗിയായിട്ട് അരങ്ങങ്ങ് വാഴ്ത്തിയിടോ. കല്യാണം ചേർന്നരങ്ങ് മുനിജനങ്ങൾ വരുന്നരങ്ങിൽ
ശ്രീ കൈലാസവാസി കോയ്മ വന്നേ പണരുളീടിന ദേവി നമോ നമ ദേവി നമോ നമ പാദ നമസ്തേ ദേവി നമോ നമ പാദ നമസ്തേ. ഹരിഹര വിരിഞ്ചൻ തന്റെ അമരേന്ദ്രൻ ആദിയായി പരിചട് ഒത്തു നിൽക്കും പരാതയെ ജയിക്കുന്ന നീ. ഇരോട് പാതാളത്തിൽ വീണ്ടൊളിച്ചിരിക്കുന്ന ഒരു അസുരനാകും ദാരിക ദാനവേന്ദ്ര, വാ എന്റെ മുമ്പിൽ നിന്റെ ഭംഗി കാണാൻ. വായടാ വായടാ എന്ന് ചൊല്ലും വളയവർ കാളി കാളി, തീയോടെ എറുമ്പ് പോലും തെളുതളെ പോർക്കളത്തിൽ ആയുധങ്ങൾ കണാവിഴിഞ്ഞിട്ടടിമയായി വീണ്ടുപോളം കായികം നുറുപ്പി വെപ്പാൻ കണ്ടതാൻ മകളെ കാളി. കണ്ടതാൻ നിന്നെ വെട്ടി പഴുത്തോട് തലയും കൊണ്ട് കണ്ടതാനിരിക്കുന്ന ഒരു കൈലാസം കുറുകുന്നേൻ. കുറുകു നീ വരുന്നതാകിൽ കൂളികളെ മുമ്പിൽ വെട്ടി ഉടലെടുത്ത് നുറുക്കി വാരി ഞൊടിഞ്ഞുടേ എറിയുന്നേ. ഒടിഞ്ഞട ശൂലം കൊണ്ട് നെഞ്ചിട കുത്തിയൂന്നി വടിവോട് കാഴ്ചവെപ്പാൻ മഹാദേവൻ അച്ഛൻ മുൻപിൽ. അച്ഛനും നീയും കൂടി അശർകേടായി വരുന്നതാകിൽ തച്ചു ഞാൻ തലപൊളിച്ച് തശികളെ പിടിച്ചു കെട്ടി ഇച്ചയായി തൂക്കി വെപ്പാൻ എന്റെ ഗോപുരവാതിൽ തോറും പേച്ചു നീ പറയും പെണ്ണെ, എതിർത്തു പറയാതെ മറവിൽ പോ. നീയും നീ എന്നോടൊക്കെ കാടുകൾ പറയുന്നതാകിൽ പണ്ടു ചെയ്തൊരവസ്ഥയെല്ലാം പരിഭവമൊഴിപ്പാൻ ഇപ്പോൾ മനോദരിക്കു സരസനാകും ദാരിക ദാനവേന്ദ്ര, വാ എന്റെ മുമ്പിൽ നിന്റെ ഭംഗി കാണാൻ. ഹരൻ തന്റെ വിരിഞ്ചനന്റെ വശക്കേടു വരുത്തി വെച്ചേൻ, അരുന്തൊഴിലെല്ലാം ചെയ്തേൻ അമ്മതൻ ചൊല്ലാലല്ലോ. പരമ്പരാപരൻ പുരുഷോത്തമൻ തൻ്റെ പക്ഷഭേദങ്ങൾ കൊണ്ട് ഹരനു വന്നതിന്മേൽ കൂടി അമരകൾ പൊരുളതാകും നാരദൻ ജലതയെല്ലാം. കരുതിന മന്ത്രമെല്ലാം പൊരുതിയോർക്കാക്കി വെച്ച് തിരുമകൾ നിന്നോടിപ്പോ അഴകൊടു ഭഗവതി അമ്മ തൻ്റെ കയ്യാൽ വധിക്കുന്നേ. ഹരനേയും ഹരനേ തായേ തായിടും തമ്പുരാനേ, പരമേതിൽ പാരിലെല്ലാം പരമ്പരം നീയേ എന്ന് ചൊല്ലും. ശിവനുടെ വരമാകും ശൂരനാം ദാരികന്റെ ശിരസതു കൊയ്തെറിഞ്ഞു ദേവകൾ ശൂലമേന്തി. ശിവ ശിവ കാഴ്ചയെന്നും തിരുമുൻപിൽ ഞാനിഹ കൊണ്ടുവന്നേൻ. പൊരുദിന കൂളിമാരും ഗണങ്ങളും ഇണങ്ങി വന്ന വ്യാകുലമകിലനാഥ തരുമംഗളങ്ങളെന്നാൽ വീണ്ടും കരുത്തുകൾ അരുൾക പോറ്റി. ഇന്നു നീ ചെയ്ത വേല എത്രയും നന്ന്. മല്ലനാമസുരൻ തന്നെ കൊന്നതും നന്ന്. ഇന്നു നീ തല കാഴ്ച കൊണ്ടുവന്നതും എത്രയും നന്ന്. അതിനാൽ എൻ ബലവും വീര്യവും കീർത്തിയും നിനക്കായിട്ടിരിക്കട്ടെൻ മകളെ കാളി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കോതമംഗലം ശ്രീഭദ്ര കലാലയ അവതരിപ്പിച്ച മുടിയേറ്റ്. നിർവഹണം NS ജയമോഹൻ. സഹായം ടീന ജോജോ.